ചീത്തയായി പോയ പഴയ ചെടികളെല്ലാം നമ്മൾ ചുവടോടെ പിഴുത് കളഞ്ഞു. അതിനുശേഷമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊന്നിനെ നിർത്തിയില്ല, കാരണം അതിൻ്റെ ഓരോ ഇലയിലും പൂപ്പനും പുഴുവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കളഞ്ഞു. ഇതാണ് എൻ്റെ വഴുതിനയുടെയും വെണ്ടയുടെയും ഒക്കെ അവസ്ഥ. എല്ലാത്തിനും ഇത് ഒരു കമ്പ് മാത്രമുണ്ട്, ബാക്കിയെല്ലാം പുഴു കുത്തി ഈച്ചയും കടിച്ച് എല്ലാം ചീത്തയായിപ്പോയി. ഇതെല്ലാം ഇനി ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇവിടം നല്ല രീതിയിൽ വൃത്തിയാക്കി എല്ലാം ബോക്സ് ഫോമിലാക്കി. അപ്പോൾ ഓരോ ബോക്സിലും നമുക്ക് തരം തിരിച്ച് കൃഷി ചെയ്യാം. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാക്കി എല്ലാം ചുവടോടെ പറിച്ച് മാറ്റുക, പിഴുത് മാറ്റുക. അതിന് മുട്ട് കൊടുത്തിരുന്ന കമ്പാണിത്. അങ്ങനെ എൻ്റെ പച്ചക്കറിത്തോട്ടം ഇതാണ്ട് എല്ലാം അവസാനിച്ചു. മുഴുവൻ എടുത്ത് കളഞ്ഞു. സോ ചേട്ടനെത്തി. നമ്മൾ രണ്ടും കൂടെ രാവിലെ തന്നെ പണിക്കിറങ്ങിയിരിക്കുകയാണ്. മൂടോടെ നമ്മൾ പറിച്ചു മാറ്റുവാണ്. ഇത് മുഴുവനുമേ ആനക്കൊമ്പൻ വെണ്ടയായിരുന്നു. ദേ ഇപ്പോൾ ഇതിനാകെ ഉള്ളത് ഒരു വടി പോലെ നേരെ ഒരു കമ്പ് മാത്രം. ബാക്കി മുഴുവൻ പുഴു തിന്നു. ഇലകളൊക്കെ ചുരുണ്ടു. വേണ്ടേ ഓരോന്നോരോന്നായിട്ട് പിഴുത് മാറ്റി കളയുക. ഇതിനി വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് പുഴുവാണ്. ഈ ഇലകളിനകത്തെല്ലാം പുഴുവാണ്. ഇലയെല്ലാം ചുരുണ്ടാണ് നിൽക്കുന്നത്. ഇത്രയും വെണ്ട ഇപ്പോൾ പറിച്ചു കളഞ്ഞു. അതിനെല്ലാം താങ്ങ് കൊടുത്തിരുന്ന കമ്പുകൾ അതെല്ലാം ഞങ്ങൾ എടുക്കുകയാണ്. ഇതെല്ലാം ഇനി ഉപയോഗിക്കാമല്ലോ. ഇതേ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട കേട്ടോ, നല്ല മൂത്തതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിത്തിനെടുക്കാം. അതുകൊണ്ട് ഇവരെ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വിത്ത് കിട്ടും. അങ്ങനെ ഇത് രണ്ടുപേരെ വിത്തിനായിട്ടും കിട്ടി. ഇനി ഇത് ചുവടോടെ പിഴുതേക്കാം. ഇത് നല്ല മൂത്ത വലിയ വെണ്ട കേട്ടോ. അപ്പോ ഇത് പണിക്കാനായിട്ട് മുന്നിൽ ഒരാളുണ്ട് കേട്ടോ. ദേ ഇങ്ങോട്ട് വാ. ദേ അവിടുന്ന് ദേ ഇങ്ങനെ ഇവിടെ വഴിയിടണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വെക്കാം. ഇതെന്തായാലും ഓമ. അപ്പം ഇങ്ങനെ ഒരു ബോക്സേ. അപ്പോൾ ഈ ബോക്സിനകത്ത് നമുക്ക് ചെടിയെല്ലാം നടാം. അപ്പോൾ ഇതിലേം കിട്ടും, ഇതിലേം കിട്ടും, ഇതിലേം കിട്ടും. നടുക്കുള്ളത് മാത്രം ഇച്ചിരി പ്രശ്നം വരും അല്ലേ? ഓക്കെ. ഇത് തീരെ താന്നു പോയില്ല, അതുകൊണ്ട് നമുക്കത് മാറ്റാം. ഇതേ താന്നല്ലേ നിൽക്കുന്നേ. ഇത് മാറ്റിയിട്ട് വേറെ വെക്കാം. നമുക്കേ ഈ പലക എത്ര നീളമുണ്ടോ അത്രയും നീളമുള്ള ബോക്സ് മതി. ഞാൻ പിടിക്കണോ? അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം കൃഷി ചെയ്യുന്നത് ബോക്സ് ഫോമിലാണ്. ഈ ബോക്സിനകത്താണ് ഞങ്ങളുടെ ഓരോ പച്ചക്കറികളും വരുന്നത്. എന്താണേലും എല്ലാം ഒന്നൊന്ന് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങ് ചെയ്തേക്കാം. ഇതെല്ലാം നമ്മുടെ ബ്രിഞ്ചോളിൻ്റെ ഏരിയ ആയിരുന്നു. ഇതെല്ലാം എടുത്ത് മാറ്റാം ഇനി. പൊക്കം മതി. ഇനി നമുക്ക് അതെല്ലാം കൂടെ വേസ്റ്റ് എല്ലാം കൂടെ അതിന് അടിയിലിട്ട് മൂടാവേ. ഇതിനകത്ത് ചേന വരെ ഉണ്ട്. എവിടെ പോവാ? കമ്പൊന്നും കളയുന്നില്ല. ഇതൊക്കെ നമുക്കിനി ആവശ്യം വരുന്നതാണ്.
നമ്മുടെ ചാർലിക്കുഞ്ഞിൻ്റെ കൂടിൻ്റെ മുകൾ പോർഷൻ. ചാർലിയുടെ കൂടിൻ്റെ മുകളിൽ മുഴുവനുമേ പൊടി അഴുക്കും. 2 മാസമായില്ലേ. അങ്ങനെ ചാർലിക്കുട്ടൻ്റെ കൂടിൻ്റെ മുകളിൽ മുഴുവൻ നമ്മൾ ക്ലീൻ ആക്കി. പുയ്യോ, വെട്ടവും വെളിച്ചമായി കേട്ടോ. ആ മുരിങ്ങ മുഴുവൻ വെട്ടി മാറ്റിയപ്പോൾ എന്ത് വെളിച്ചം ആയി. പച്ചക്കറിക്ക് മാക്സിമം വെട്ടവും വെളിച്ചവും വേണമല്ലോ. അതുകൊണ്ട് ചേട്ടന് ഇവിടെയുള്ള ഈ നടുക്ക് നിൽക്കുന്ന മരത്തിൻ്റെ അടിയിലത്തെ കൊമ്പുകളൊക്കെ അങ്ങ് കോതുവാണ്. എല്ലാം അങ്ങ് പൊങ്ങിപ്പോയായിരുന്നു. മതിയല്ലേ മാക്സിമം? അപ്പോൾ മുകളിലോട്ടുള്ള പൂത്തോളും ഇനി. ഇനി മതി ചേട്ടാ. നമ്മുടെ അഭ്യൂമരം പൂത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിയിലത്തെ ശകരം എല്ലാം കോതി കൊടുത്തു. എന്നിട്ടൊന്ന് പിടിച്ച് കെട്ടുക. നമ്മുടെ പറമ്പിന് വെട്ടവും വെളിച്ചവും വേണം. ചേട്ടൻ്റെ സഹായം ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല. അതാണ്ട് വെട്ടിയ സകല കമ്പും കൊണ്ട് ചേട്ടൻ പോവുകയാണ്. നമ്മൾ വെക്കുന്ന പച്ചക്കറികളൊക്കെ വളരണമെങ്കിൽ നല്ല വെളിച്ചം വേണം. അപ്പോൾ അതിന് നിന്ന എരമ്പുകളെല്ലാം നമ്മൾ ആദ്യമേ തന്നെ കോതി. എല്ലാം അങ്ങ് വളർന്ന് കാട് പോലെ ആയായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ മുരിങ്ങ മരം. നമുക്ക് മുരിങ്ങ അപ്പുറത്ത് വേറൊരെണ്ണം കൂടെ ഉണ്ട്. ആൾ വന്നു കഴിഞ്ഞു. കുമ്മായം കൂടി ഇട്ടാണ് നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴേ മണ്ണിനകത്തുള്ള ബാക്ടീരിയയും കീടങ്ങളും ഒക്കെ ചത്തോളും. മണ്ണൊരുക്കലാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മണ്ണിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ, pH ലെവൽ നല്ലതല്ലെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം വാടിപ്പോവും, വാട്ടരോഗം വരും. കുമ്മായം ഇട്ടിട്ട് നമ്മൾ മണ്ണെല്ലാം കൊത്തി ഇളക്കുകയാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നടുള്ളൂ. അപ്പോൾ pH ലെവൽ നോർമലാകും. മണ്ണെല്ലാം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ചെളിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം അങ്ങ് ഇതിനകത്ത് മിക്സ് ആയിക്കോളും. ഈ മഴ കാരണമാണ് ഇത്രയും ചെളി കെട്ടിയിരിക്കുന്നത്. ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. നമുക്ക് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിടക്കണമെന്നേ ഉള്ളൂ. കുഞ്ഞിക്ക് വിശക്കണോ? അമ്മയുടെ പൊന്നിന് വിശക്കണുണ്ടോ? നിക്ക്, അമ്മ ഇപ്പൊ വരാം കേട്ടോ. കൊച്ചുസേ, ഇടാ പൊന്നുസേ, നിക്ക്, അമ്മ ഇപ്പൊ വരാം. അങ്ങനെ നമ്മുടെ മണ്ണൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. എല്ലായിടത്തും കുമ്മായം വിതറി. ഇനി ഇത് കിളയ്ക്കലാണ്. ഉണ്ടായിരുന്ന പോയ എല്ലാ ചെടികളും പിഴുത് കളഞ്ഞു. അതിനുശേഷം മണ്ണൊരുക്കുകയാണ്. നമ്മളിതാണ്ട് നിറച്ച് കുമ്മായം ഇട്ടിരിക്കുക. അപ്പം ഇതിനി ഒരാഴ്ച കിടക്കണം. കുമ്മായം ഇട്ട് മണ്ണിൻ്റെ pH ലെവൽ കൺട്രോൾ ആകണം, പുളിപ്പൊക്കെ മാറ്റണം. എന്നാൽ നമ്മൾ വെക്കുന്ന ചെടികൾ നന്നായിട്ടുണ്ടാകുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നൊരു വാട്ടരോഗമൊക്കെ വന്ന് ഇതെല്ലാം ചീത്തയായി പോകും. അപ്പോൾ ചേട്ടൻ വന്നതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഉപകാരമാണ്. ആദ്യം നമ്മൾ ഇതിനകത്ത് ഈ പറമ്പെല്ലാം വൃത്തിയാക്കി സകലമാന ചെടികളും നമ്മൾ കൂടെ എടുത്ത് പിഴുത് കളയുക ചെയ്തത്. ഇനി ഇതും കൂടെ ഇട്ടു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വിത്ത് നട്ടു തുടങ്ങാം. ഈ വഴുതനയെ കംപ്ലീറ്റ് പുഴു കുത്തിയിരിക്കുകയാണ്. എല്ലാ ഇലയിലും പുഴു ഓട്ടയിട്ടിരിക്കുക. ദേ ഇവിടെ ഒരുത്തൻ നല്ല വലുതായിട്ടിരിപ്പുണ്ട്. മറ്റൊന്നും ആലോചിക്കാനില്ല. ഇത്രയും പുഴു പിടിച്ചിരിക്കുന്ന ഇവരെയെല്ലാം ഇനി പറിച്ച് കളയുക അല്ലാതെ പറിച്ച് മാറ്റണം. മൂടോടെ പറിച്ച് മാറ്റുവാണ്. ഈ കമ്പുകളൊന്നും നമ്മൾ കളയുന്നില്ല.
ഈ സൈഡത്തെ ലാസ്റ്റ് വെണ്ടയാണ്. അങ്ങനെ ഈ ഏരിയയും നമ്മളെല്ലാം പിഴുതെടുത്ത് മാറ്റിയിട്ട് കുമ്മായി വിട്ട് കിളച്ചിടുകയാണ്. ഇവിടെ നമുക്ക് പയർ കയറ്റി വിടാനായിട്ട് ഇങ്ങനെ ഒരു ആർച്ചുണ്ടാക്കി നമ്മുടെ ഇവിടെ കിടന്ന മെഷെല്ലാം കൂടെ വെച്ചാണ്. അപ്പോൾ ഇനി പയറുകൾക്ക് നല്ല വേലി കിട്ടുന്നൊരു സ്ഥലമായി. ഞാനില്ലായിരുന്നപ്പോഴേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇത് 3 ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി. ഇവിടെ ഇപ്പോൾ ഇത് 2 ചെറുതുമുണ്ട്. ഇവിടം നല്ല രീതിയിൽ വൃത്തിയാക്കി എല്ലാം ബോക്സ് ഫോമിലാക്കി. അപ്പോൾ ഓരോ ബോക്സിലും നമുക്ക് തരം തിരിച്ച് കൃഷി ചെയ്യാം. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാക്കി നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റി.